നിങ്ങള് മുസ്ലിം വിരുദ്ധമായ ഒരുപാട് ബില്ലുകൾ കൊണ്ടുവന്നു. നിങ്ങൾ GDP ഉയർത്താൻ കഴിഞ്ഞു, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറക്കാൻ കഴിഞ്ഞു. എന്തിന്? വർഗീയതയുടെ പേരിൽ നിങ്ങൾ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയല്ലേ സംസാരിക്കുന്നത്? അവരുടെ വിശ്വാസത്തെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത്? എങ്കിൽ അമ്പലത്തിലെ പൂജാദ്രവ്യങ്ങളുടെ വില കുറച്ചോ? ഈ 11 കൊല്ലം കൊണ്ട് വിശ്വാസികൾക്ക് പൂജ നടത്താനുള്ള അവർ വാങ്ങുന്ന പൂജാദ്രവ്യങ്ങൾക്ക് വില കുറക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? മുസ്ലിങ്ങൾക്ക് ഈ ബില്ല് കൊണ്ടുവന്നത് കൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിച്ചോ നിങ്ങൾ ഈ ബില്ല് കൊണ്ട്? ലോകോത്തരമായിരുന്ന ഇന്ത്യയുടെ സയൻസ് ഈ സംഘപരിവാരത്തിന്റെ ചാണകക്കുണ്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്കറിയാം, സയൻസിൽ ലോകത്തോട് മികച്ചു നിൽക്കാൻ കഴിഞ്ഞോ നമുക്ക്? ഇന്ത്യയുടെ JNU, ഇന്ത്യയുടെ ജാമിയ മില്ലിയ, ഇന്ത്യയുടെ NIT, ഇന്ത്യയുടെ IIM ലോകോത്തരമായി റേറ്റിംഗിൽ നിന്നിരുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ലോകത്തിന്റെ മുമ്പിൽ അപഹാസ്യമാവിധം താഴോട്ട് വരികയല്ലേ? കോളേജിന്റെ ചുമരിൽ ചാണകമൊഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധി വരുമെന്ന് വിശ്വസിക്കുന്ന വിദ്യാസുരന്മാരായ വിദ്യാഭ്യാസ രംഗത്ത് വിദഗ്ധന്മാരെന്ന് പറയുന്നവരുടെ നാടായി ഇന്ത്യ മാറുകയല്ലേ? നിങ്ങൾ ഈ വഖഫ് ബില്ല് കൊണ്ടുവരുന്നത് കൊണ്ട് എന്താ ഈ രാജ്യത്ത് മാറ്റമുണ്ടാവുന്നത്? നിങ്ങൾക്ക് രാജീവ് ഗാന്ധിയെ അറിയാമല്ലോ. ലോകം IT-യിലേക്ക് കുതിക്കുന്നതിന് മുമ്പ് രാഹുൽ IT-യിൽ കാണിച്ച ഒരു മികവുണ്ട്. ഇന്ന് നമ്മൾ വലിയ വർത്തമാനം പറയുന്നവരല്ലേ? നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പോയി നോക്കിയാൽ, ഗൾഫ് രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ ഇന്ത്യയുടെ ടെലിഫോൺ സംവിധാനത്തെ പോലെ മികച്ച സംവിധാനം ഇപ്പോഴുമില്ല. ഇന്ത്യയിൽ ചെറിയ ചിലവിൽ ലഭ്യമാകുന്ന പോലെ ഇന്റർനെറ്റ് ഒരു ഗൾഫ് രാജ്യത്തും ലഭ്യമല്ല. രാജീവ് ഗാന്ധിയുടെ ഏറ്റവും ഗൗരവപ്പെട്ട ഇടപെടലായിരുന്നു അത് അന്നത്തെ കാലത്ത്. ഇന്ന് IT അല്ല, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. തൊട്ടടുത്ത ചൈന DPC കൊണ്ടുവന്നു. അമേരിക്കയുടെ വിറപ്പിച്ച് ലോകത്ത് ട്രില്യൺ കോടികളാണ് അവരിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചൈന. നമ്മൾ കോളേജിൽ ചാണകം കളിച്ചു കളിക്കുകയാണ്. നിങ്ങൾ ഈ ബില്ല് കൊണ്ട് എന്തുപകാരമാണ് ഉണ്ടാക്കിയത് ഈ രാജ്യത്ത്? ഈ ബില്ല് കൊണ്ടുവരിക വഴി ഒരു കാര്യം BJP അറിയണം, നിങ്ങൾ ജയിക്കുകയല്ല ചെയ്തത്, നിങ്ങൾ തോൽക്കുകയാണ്. ഈ ബില്ല് കൊണ്ട് നിങ്ങൾ തോൽക്കുകയാണ്. എന്തെന്നറിയുമോ? നിങ്ങൾ വിചാരിച്ചത് അഭിമന്യരായ നേതാക്കന്മാര് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സമൂഹത്തെ വേർതിരിക്കാമെന്നാണ്, വിഭജിക്കാമെന്നാണ്. എന്നാൽ 11 വർഷം കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ മൗലികതയുടെ രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിച്ചു ഇന്ത്യയുടെ പാർലമെന്റ്. ഞങ്ങളുടെ അഭിമന്യരായ പാർലമെന്റ് മെമ്പർമാർ ഇവിടെയുണ്ട്, ബഷീർ സാഹിബ് അടക്കം ഇവിടെയുണ്ട്. അവർ ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിക്കുന്നതിന്റെ ഇരട്ടി ശക്തിയിൽ, അവരെന്തിന് ഇരട്ടി ശക്തിയിൽ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ വഖഫ് ബില്ല് പൂർണ്ണമായി മുസ്ലിങ്ങളെ ബാധിക്കുന്ന ബില്ലല്ലേ? മറ്റൊരു സമുദായത്തെയും ബാധിക്കുന്നതല്ലോ. നമ്മൾ വിചാരിച്ചു നമ്മൾ ഒറ്റക്കായി പോയേക്കാം, നമുക്ക് ഭയമുണ്ടായിട്ടല്ല, എന്നാലും വിചാരിച്ചു ഒറ്റക്കായി പോയേക്കാം. ഇന്ത്യയുടെ പാർലമെന്റിൽ എത്ര മുസ്ലിങ്ങളാണ് ഉള്ളത്? വിരൽ കൊണ്ട് എണ്ണി തീർക്കാവുന്ന മുസ്ലിങ്ങൾ അല്ലേ? പക്ഷേ ഈ രാജ്യ മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിശ്രമിച്ചോളൂ. PT മുഹമ്മദ് ബഷീർ സാഹിബും സമദാനി സാഹിബും വന്നു ആർത്തലച്ചു സംസാരിക്കേണ്ട, ഞങ്ങളുണ്ട്, നിങ്ങൾ വിശ്രമിച്ചോളൂ എന്ന് ഈ രാജ്യം നമ്മളോട് പറഞ്ഞു, വിശ്വാസികളോട് പറഞ്ഞു, മുസ്ലിങ്ങളോട് പറഞ്ഞു. മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനി മാത്രമല്ല, സിഖുകാരൻ മാത്രമല്ല, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ ഈ രാജ്യത്തിലെ ഏതൊരു സമുദായവും, ഇന്ത്യയിലെ അവസാനത്തെ പൗരനും അവന്റെ പ്രശ്നം ഈ രാജ്യത്തിന്റെ പ്രശ്നമാകുമ്പോഴേ ഇത് ഇന്ത്യയാവൂ എന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് മതേതര വിശ്വാസികൾ ഈ സമുദായത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്, അവരെ കൂട്ടിപ്പിടിച്ചത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഭയപ്പെടുത്തി, നിങ്ങൾ ഒരുപാട് കളിയാക്കി ഒരു മനുഷ്യ